മീൻ കറിയാണ്, അത് പിലോപ്പിയാണ് വെക്കണത്. അപ്പോൾ അത് ഒരക്കണേണ് കല്ലിലിരുന്ന്. നന്നാക്കി കൊണ്ടുവന്നതായിരുന്നേ. അപ്പോൾ എന്നാലും നന്നാക്കി കൊണ്ടുവന്നാണെങ്കിലും കല്ലിലിട്ടൊന്ന് ഉരക്കണമല്ല. അപ്പോൾ കല്ലിലിട്ടൊന്ന് ഉരക്കണേണ്. തേങ്ങ ഒന്ന് പൊട്ടിക്കണേണ്. തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ ചിരകണമെന്ന്. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇത് ഇവിടെ പൊടിപ്പിച്ച പൊടിയാണ്, അപ്പം നല്ല പൊടിയാണ്. അപ്പം അതുകൊണ്ട് ഇച്ചിരി ഇടണുള്ളൂ. ഒരുപാട് ഇട്ടാൽ മഞ്ഞൾപ്പൊടിയുടെ കുത്താരി പോകും. ഉപ്പിടേണ്ട. മാങ്ങ അരിഞ്ഞിടണം. അരപ്പ് ഇതിൽ മീൻകറിക്കുള്ള അരപ്പ് മാങ്ങയും ഉപ്പും അരപ്പും കൂടി. അരപ്പ് കൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ മീൻ പിറക്കിയിടും. വേപ്പില മീൻ അധികമില്ല, അപ്പോൾ 2 പച്ചമുളക് ആണ് ഇടുന്നുള്ളൂ. ഇഞ്ചി ചതച്ചിടുന്നുണ്ട്. ഉള്ളി ചതച്ചിടുന്നുണ്ട്. ഇനി അരപ്പ് അവിടെ തിളക്കട്ടെ. അരപ്പ് നന്നായിട്ട് തിളച്ച് അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ പിറക്കിടാം. കറി അവിടെ ഇരുന്ന് പറ്റട്ടെ, നമുക്ക് നോക്കാം. തോരൻ വെക്കാമെന്ന് വിചാരിച്ചാണ് പാവക്ക. അവിടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വേപ്പില ഇട്ട് ഇറക്കാൻ നേരത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കറിയിൽ. ഇതിലേക്ക് വേപ്പില ഇട്ട് പച്ചമുളക് ഇട്ട്, മുളക് പൊടി ചേർക്കാനുള്ളതാണ്. പച്ചമുളക് അധികം ഇടുന്ന കേട്ടോ. തേങ്ങ ഇടുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇടേണ്ട. ഉപ്പ് ഇട്ടിട്ട് അത് നല്ലോണം തിരുമ്മും. ഇപ്പം നല്ലൊരു കളർ തോന്നുന്നുണ്ട്. വെച്ചെന്ന് വയ്ക്കുകയാണ്. കടുക്, ഇടേണ്ട. കറിക്കണം ശരിയാകട്ടെ. എല്ലാം ചേർത്തേക്കണം, എന്തെങ്കിലും ചേർക്കാനില്ല. മൂടി വയ്ക്കാം. നമ്മൾ പാവക്കക്കറി റെഡിയായിട്ടുണ്ട്. പാവക്കത്തോരൻ റെഡിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കഷ്ണം കടുമാങ്ങ അച്ചാർ.